അനുനിമിഷം മാറിമറിഞ്ഞ് വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിനിടയിലേക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് ധാക്ക വഴി കൊൽക്കത്തയ്ക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ യാത്രക്കാർ സഞ്ചരിച്ച ബസ്സിനു നേരെ ബംഗ്ലാദേശിലെ ബ്രാഹ്മൺബാരിയ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ജനക്കൂട്ടം തടഞ്ഞു നിർത്തി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത തന്നെയാണ്. ആളപായത്തിൻ്റെ വിവരം ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല. ഈ ബസ് ഒരു ലോറി തട്ടുകയും ഈ ബസ് അല്പം നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള ചില വാർത്തകൾ വരുന്നു. ഇതിൽ പ്രകോപിതരായ ജനക്കൂട്ടമാണ് ബസ് ആക്രമിച്ചതെന്ന് പറയുന്നു. പക്ഷേ ബസ്സിലെ യാത്രക്കാർ പറയുന്നു കരുതി കൂട്ടിക്കൊണ്ട് ബസ് തടഞ്ഞു നിർത്തി തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതോടുകൂടി ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുരയിൽ സ്ഥിതിഗതികൾ വഷളായിട്ടുണ്ട്. ബംഗ്ലാദേശികളായ അനവധി പേർ ത്രിപുരയിൽ ജോലിക്കും മറ്റുമായി എത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഇടം കൂടിയാണ് ത്രിപുര. ഇതേ തുടർന്ന് ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശികളുടെ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് വേണ്ടി ഇന്ത്യക്കൊപ്പം നിന്ന് പോരാടിയവരാണ് ത്രിപുരയിലെ ജനം, അത് മറന്നുപോകരുത്. ഇത്തരത്തിലാണ് നിങ്ങളുടെ പ്രതികരണമെങ്കിൽ ഞങ്ങളുടെ പ്രതികരണം ഇതിലും വളരെ മോശമായിരിക്കുമെന്ന് മണിക് സഹ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബംഗ്ലാദേശിന്റെ അതിർത്തികളിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അടക്കം വിവിധ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതോടുകൂടി അതിർത്തിക്ക് ഇരുപുറവുമുള്ള ജനങ്ങൾ ഏത് നിമിഷവും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും വലിയൊരു വാർത്ത തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ യാത്രക്കാരുമായി പോയ ബസ്, കാരണം ഈ അഗർത്തലയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമൊക്കെ എല്ലാ ദിവസവും ബസ് ധാക്കയിലേക്ക് പോകാറുണ്ട്. അവിടുന്ന് ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ടും പോകാറുണ്ട്. അത്തരത്തിൽ പോയ ബസ്സിനെയാണ് ഇപ്പോൾ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഈ അടുത്ത സമയങ്ങളിലെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുക്കൾക്കുമെതിരെ നടക്കുന്ന രൂക്ഷമായ ആക്രമണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പോയ ഈ ബസ് ആക്രമിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ? ഏതായാലും ഇപ്പോൾ ത്രിപുരയിൽ വലിയ പ്രതിഷേധം ആളിക്കത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ത്രിപുരയെ സംബന്ധിച്ചും ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചുമൊക്കെ ഒരു വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സൂചന തന്നെ നൽകുന്നത്. ഇതിനെല്ലാം പിന്നിൽ ബംഗ്ലാദേശികൾ തന്നെയാണ്. അവർ പിൻ നോക്കാതെ ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തെ 140 കോടി ജനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന പെക്കുത്തരങ്ങൾക്ക് പക്ഷെ കനത്ത വിലയാകും അവർ നൽകേണ്ടി വരിക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.